മിശിഹായിൽ സ്നേഹമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭ ഇന്ന് മിഷൻ ഞായറായി ആചരിക്കുകയാണ്. 1926 11-ാം പിയൂസ് മാർപ്പാപ്പയാണ് എല്ലാ വർഷവും ഒക്ടോബറിലെ 3-ാം ഞായറാഴ്ചയെ വേൾഡ് മിഷൻ സൺഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. ഈ ദിനം തുടങ്ങിയത് പ്രധാനമായും 3 ലക്ഷ്യങ്ങളോടുകൂടിയാണ്. ഒന്നാമത്തെ ലക്ഷ്യം ലോകമെമ്പാടുമുള്ള മിഷണറിമാർക്കും മിഷൻ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. മിഷനിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞൊരു കാര്യമാണ് പ്രാർത്ഥന. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ലക്ഷ്യമാണ് മിഷൻ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി സഭാ മക്കളെ ബോധവൽക്കരിക്കുക എന്നത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് മിഷൻ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് കഴിയാവുന്ന സാമ്പത്തികമായ സംഭാവനകൾ നൽകുക എന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദേവാലയങ്ങളിലും ഈ ദിനത്തിലെ സ്വസ്ത്രക്കാഴ്ച നമ്മൾ പൂർണ്ണമായിട്ടും സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് നൽകാറുള്ളത്. ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ മിഷണറി പ്രവർത്തനങ്ങൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് ആണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്കറിയാം, ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു. അവൻ മനുഷ്യർക്ക് ഒത്തിരി നന്മകൾ ചെയ്തു, രോഗികളെ സുഖപ്പെടുത്തി, പിശാചുക്കളെ ബഹിഷ്കരിച്ചു. അങ്ങനെ അവൻ്റെ പ്രവർത്തനങ്ങളും വാക്കുകളും വഴി എല്ലാവരിലേക്കും ദൈവസ്നേഹത്തെ എത്തിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ തുടരാനായിട്ട് ക്രിസ്തു 12 പേരെ, അതായത് സഭയുടെ നെടുംതൂണുകളായ അപ്പസ്തോലന്മാരെ നിയോഗിച്ച് അധികാരപ്പെടുത്തുന്നതാണ്. ഇനി ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുന്നത് ഇവരിലൂടെയാണ്, അതായത് സഭയിലൂടെയാണ്. ഇനി ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള സാന്നിധ്യം മനുഷ്യർ അനുഭവിക്കാൻ പോകുന്നതും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വഴിയാണ്. ദൈവിക രക്ഷാകര പദ്ധതി ലോകാവസാനം വരെ ഈ ഭൂമിയിൽ തുടരുവാനായിട്ടാണ് ക്രിസ്തു സഭ സ്ഥാപിച്ചത്. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം വഴിയാണ് ഇത് സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ മിഷൻ പ്രവർത്തനങ്ങൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സഭയുടെ പ്രാഥമികമായ ദൗത്യങ്ങളിൽ ഒന്നാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മുടെ പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് മിഷൻ എന്നത് വൈദികരുടെയും സന്യസ്തരുടെയും മാത്രം ഉത്തരവാദിത്തമാണ് എന്നത്. എല്ലാ ക്രിസ്ത്യാനിയും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, മാമോദിസ സ്വീകരിച്ചിരിക്കുന്ന ഓരോരുത്തരും മിഷണറിമാരാകാൻ കൂടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. മാമോദിസയിലൂടെ ഓരോ വ്യക്തിയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവനിലൂടെ ഈ ലോകത്തിൽ തുടരുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ബോധ്യം ഓരോ ക്രിസ്ത്യാനിക്കും എന്നും എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി ഒരു തീക്ഷ്ണതയുള്ള യഥാർത്ഥ മിഷണറിയായി ജീവിക്കുക എന്നത് ഏതൊരു കാലത്തും വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് ഇത് സാധ്യമാകുകയുള്ളൂ. സഭാചരിത്രത്തിലേക്ക് നോക്കിയാൽ മിഷൻ പ്രവർത്തനത്തിൻ്റെ പേരിൽ വളരെയേറെ പീഡകളും വേദനകളും മരണം പോലും വരിച്ച ഒത്തിരി വിശുദ്ധരായ മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും ഈ വെല്ലുവിളികളെ ഒന്നും വകവെക്കാതെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവൻ്റെ പ്രവർത്തനങ്ങൾ വളരെ തീക്ഷ്ണതയോടെ തുടരുന്ന ഒത്തിരി മിഷണറിമാർ നമ്മുടെ സഭയിലുണ്ട്. ജീവന് ഭീഷണി ഉണ്ടായിട്ട് പോലും അവർ ഇത്ര തീക്ഷ്ണതയോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. ഇനി അതോടൊപ്പം തന്നെ ഈ ദിനം നമ്മെ ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മിഷൻ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. അതായത് നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മളായിരിക്കുന്ന ഇടത്തു നിന്നുമാണ് നമ്മൾ ആദ്യമേ തന്നെ മിഷൻ പ്രവർത്തനം തുടങ്ങേണ്ടത്. ലോകം മുഴുവൻ ഓടി നടന്ന് മിഷണറി ആകാൻ നമുക്ക് സാധിച്ചില്ലെന്ന് വരാം. നമ്മളായിരിക്കുന്ന ഇടത്ത് ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ, അവനെ പോലെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ അതും മിഷൻ പ്രവർത്തനമാണ്. ഈ ഒരു ബോധ്യം നമുക്ക് എന്നും ഉണ്ടായിരിക്കണം. ഈ ദിനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ പ്രവർത്തികൾ സഭയിലൂടെ എല്ലാ ജനങ്ങളിലേക്കും എല്ലാ കാലത്തും ഏറ്റവും തീക്ഷ്ണതയോടെ എത്തിക്കുവാൻ സഭാമക്കളെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. അങ്ങനെ അങ്ങ് സഭയെ ഏൽപ്പിച്ച ആ വലിയ ദൗത്യത്തെ വിശ്വസ്തയോടെ ഞങ്ങളിലൂടെ തുടരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തരും അവൻ്റെ സ്നേഹത്താൽ അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിനായി ആത്മാവിനാൽ നിർബന്ധിക്കപ്പെടട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.